തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറെ കണ്ടെത്താനുള്ള ചർച്ചകൾ സജീവമാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃയോഗം ഇന്ന് കണ്ണൂരിൽ ചേരുന്നുണ്ട്. അന്തിമ തീരുമാനം 24-25 തീയതികളിലായിരിക്കും. മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കോൺഗ്രസും CPM-ഉം തീരുമാനിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഈ പറഞ്ഞതുപോലെ ഈ മേയറുടെ കാര്യത്തിൽ തിരുവനന്തപുരത്ത് ഒരു സസ്പെൻസ് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് BJP അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വന്നാലും ആശ്ചര്യപ്പെടാനില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ? ശ്രീജ, തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. എല്ലാവരും ഉറ്റുനോക്കുന്നത് BJP-യുടെ ആ സ്ഥാനാർത്ഥി ആരെ എന്നുള്ള കാര്യത്തിലാണ്. പക്ഷെ അതിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. കണ്ണൂരിൽ ഇന്ന് പാർട്ടിയുടെ നേതൃയോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അതിലൊരു തീരുമാനമുണ്ടാകുക. എന്നാലും ഏകദേശം 24-25 തീയതിയോട് കൂടിയിട്ടായിരിക്കും ആരായിരിക്കും BJP-യുടെ ഈ മേയർ സ്ഥാനത്തേക്ക് വരിക, മേയർ സ്ഥാനാർത്ഥി ആരാണ് എന്നത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമുണ്ടാകുക. കാരണം 26-ാം തീയതിയാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ സമയത്തായിരിക്കും കൃത്യമായ രീതിയിൽ ആരായിരിക്കും മത്സരിക്കുക എന്നത് സംബന്ധിച്ചൊരു തീരുമാനമൊക്കെ തന്നെ ഉണ്ടാകുക. അതുകൂടാതെ നിലവിൽ ഏതായാലും ഉയർന്നു കേൾക്കുന്ന പേരുകൾ എന്ന് പറയുന്നത് VV രാജേഷിന്റെയും അതുപോലെ തന്നെ R ശ്രീലേഖയുടെയുമാണ്. പക്ഷെ അത് അവരെ കൂടാതെ മറ്റൊരു സർപ്രൈസ് സ്ഥാനാർത്ഥി എത്തിയാലും അതിൽ ആശ്ചര്യപ്പെടേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് പാർട്ടി നേതൃത്വം നിലവിൽ നൽകുന്ന സൂചന. നിലവിൽ ഏതായാലും 26-ാം തീയതി അല്ലെങ്കിൽ 25-ാം തീയതിയോടുകൂടിയായിരിക്കും ഈ BJP-യുടെ ആരായിരിക്കും ആ മേയർ സ്ഥാനാർത്ഥി ആകുക എന്നത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം എന്തായാലും നമുക്ക് അറിയാൻ സാധിക്കുക. അതേസമയം CPM-ഉം ഒപ്പം കോൺഗ്രസും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായത്. RP ശിവജിയെ ഇത്തരത്തിൽ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ തന്നെ CPM എത്തിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനത്തേക്ക്, മേയർ സ്ഥാനത്തേക്ക് ആരാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണ് എന്നത് സംബന്ധിച്ച തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. 24-ാം തീയതി ആയിരിക്കും അത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തുക എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ള വിവരം. പക്ഷേ CPM-ന് ഒക്കെ തന്നെ ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാലും അതിൽ വിജയിക്കുക എന്നുള്ള കാര്യത്തിലൊരു ഉറപ്പില്ല. എന്നിരുന്നാലും ഒരു മത്സരമില്ലാതെ BJP അത്തരത്തിൽ കടന്നുകൂടേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് CPM ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഏതായാലും ഈ മേയർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയിലേക്ക് ഒരു മത്സരം ഏതായാലും CPM മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത്. നിലവിൽ ഏതായാലും 26-ാം തീയതി നമുക്ക് ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആരാണ് എന്നത് സംബന്ധിച്ച് ഒരു ഉത്തരമാകും. തീർച്ചയായും ആതിര, ഈ പറഞ്ഞതുപോലെ ആരായിരിക്കും മേയർ, ചർച്ചകളൊക്കെ സജീവമാണ്. പക്ഷേ സസ്പെൻസ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിനി 1-2 ദിവസം കൂടി കാത്തിരിക്കണമെന്ന് തന്നെയാണ് ആതിര പറയുന്നത്.